ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ മക്കൾക്കും ശാന്തിയും സമാധാനവും. എന്നെ ദിവസേന 3-4 മക്കളൊക്കെ വിളിച്ച് കുറേ നേരം അവരുടെ അനുഭവങ്ങളൊക്കെ കേട്ട് അവർക്ക് എല്ലാം എല്ലാം ഭക്തമക്കളാണ്, എന്നാൽ എല്ലാവർക്കും ഓരോ വിഷമങ്ങളുമാണ്. അതിനൊക്കെ മറുപടി പറഞ്ഞും ആശ്വാസം പകർന്നും അങ്ങനെ 4-5 പേർക്ക് വേണ്ടി മണിക്കൂറുകളോളം കാര്യങ്ങൾ പറഞ്ഞിരുന്ന് സമാധാനം കൊടുക്കുന്ന. അതുകൊണ്ട് എനിക്ക് ഭാഗമൊന്നും ഇടാനും ഒത്തില്ല മക്കളെ. കാരണം അവരുടെ എല്ലാവർക്കും വിഷമങ്ങളും വേദനയുള്ളവരെ വിളിക്കുക അത്രയും. അപ്പോൾ ഒരു നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് അല്പം ആശ്വാസം കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ. അതുകൊണ്ട് നമുക്കിന്ന് എന്താ പറയുക, ഈ ഉത്തരരാമായണം കുറേ ദിവസമായി, നമുക്കത് നോക്കാം. അതും ഇതിൻ്റെ ഇടയ്ക്ക് ആവശ്യമുണ്ട്. അത്രയ്ക്ക് ഇവിടെ പാപം ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നരക വർണ്ണനീയാണ്. അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമുക്ക് എങ്ങനെയാണ് നമ്മളിവിടെ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്താലാണ് നമുക്ക് വരും ലോകത്ത് ഇവിടുന്ന് ശരീരം വിട്ട് പോകുമ്പോൾ നമ്മുടെ അനുഭവങ്ങളുടെ ഇപ്പം മനസ്സിലാക്കിയിരിക്കണ്ടേ. അതാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത എന്തോ വാസന, എന്തെങ്കിലും കർമ്മദോഷങ്ങളോ ഗുണങ്ങളോ ഒക്കെ കൊണ്ടാണ് ഇവിടെ പുണ്യവും പാപവും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അതറിയില്ല, നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അത്രത്തോളം ഭഗവാനെ ഭജിച്ച് പാപകർമ്മങ്ങളൊക്കെ പോക്കാൻ വേണ്ടി ഭഗവാനോട് കരഞ്ഞ്. ഇന്നലെ തന്നെ ഒരു കുട്ടി ഞാനും അതിനോട് കരഞ്ഞു പോയി. അതിനേക്കാൾ ഉപരി ഞാനും അതിൻ്റെ അത്ര ദുഃഖം കേട്ടോ, ഞാൻ അതിനേക്കാളും കരഞ്ഞു പോയി. എനിക്ക് ഭാഗവതം വായിക്കുമ്പോൾ എനിക്കിങ്ങനെ ഉണ്ട്, ആരുടെയും ദുഃഖം കേൾക്കുമ്പോൾ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഞാൻ അറിയാതെ അങ്ങ് കരഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ സമയമൊക്കെ ഒത്തിരി, ഒരാൾക്ക് വേണ്ടി 2 മണിക്കൂറൊക്കെ, അപ്പോൾ എങ്ങനെയായാലും ഒരു 5-8 മണിക്കൂർ ഇതിനു വേണ്ടി തന്നെ വിനിയോഗിച്ചെന്ന് പറയാം. ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ മാത്രമേ സമയം എടുത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അല്പം ഇടുമ്പോൾ അത് ഗ്യാസിലൊക്കെ ആകുമ്പോൾ അങ്ങ് വെന്തോളുമല്ലോ. എന്തായാലും നമുക്ക് ഇവിടെ രാവണൻ എന്തൊക്കെയാണ് ചെയ്യുക? അഹങ്കാരിയല്ലേ. ആദ്യം അഹങ്കാരം പെട്ട് കാർത്തവീര്യാർജുനടുക്ക് ചെന്ന് അദ്ദേഹം ബന്ധനസ്ഥനാക്കി. അവിടുന്ന് അയാളുടെ മുത്തച്ഛൻ പുലസ്ത്യ മഹാമുനി വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയ വഴിക്ക് പിന്നെ ബാലിയുടെ അടുക്ക ചെന്ന് അപ്പം എത്രയും പെട്ടെന്ന് നിനക്ക് മരണം വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പെട്ടെന്ന് തന്നെ പിതാവിൻ്റെ അടുക്കൽ ചെല്ലെന്ന് മകൻ പറഞ്ഞനുസരിച്ച് 4 സമുദ്രത്തിലും മുങ്ങിക്കുളിച്ച് ബാലി തിരിച്ചു വരൂ. അതിന് മുന്നേ നിനക്ക് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറയും. ഇയാൾ അങ്ങോട്ട് ചെന്ന് ബാലി കാണാത്ത മട്ടിരുന്ന് ഇവനെ വാലിനകത്ത് ചുറ്റിക്കറക്കി 4 സമുദ്രത്തിലും ഇട്ട് മുക്കി വീട്ടിൽ ചെന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് നടക്കത്തില്ല, ഒരു യുദ്ധവും ഇയാൾക്ക് നടക്കുകയില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്ത് സന്തോഷമായിട്ട് സ്നേഹത്തോടെ സുഹൃത്തായിട്ട് കഴിയാമെന്നായി. അപ്പോൾ അങ്ങനെ അവർ സുഹൃത്തായി. അങ്ങനെയുള്ള ബാലിയെ, കാരണം ഇത്രയും രാവണന് ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ ബാലിയെ ആരാ വധിച്ച്? ഒരൊറ്റ അസ്ത്രം കൊണ്ട് ശ്രീരാമ ഭഗവാനാണ്. കാരണം സഖ്യം ചെയ്ത് സുഗ്രീവനോട്. അങ്ങനെ ബാലിയെ ഭഗവാന് മാത്രമേ വധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ രാവണൻ തിരിച്ച് ലങ്കയിൽ പോയി. പിന്നെ ഇനി ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്ന് കരുതി. അപ്പോൾ നാരദ മഹാമുനി അവിടേക്ക് ചെന്നപ്പോൾ പറഞ്ഞു, നീ എന്തിനാ നിനക്ക് എന്ത് കീർത്തിയാണുള്ളത്? നീ മനുഷ്യനെ ഇങ്ങനെ വധിച്ചിട്ട് നിനക്ക് എന്ത് കീർത്തിയാണ് ഉള്ളത്? അതുകൊണ്ട് നിനക്ക് ഇതിലൊന്നും ഒരു കീർത്തിയും കിട്ടത്തില്ല. അപ്പോൾ അയാൾ വിചാരം ശരിയാ, എനിക്ക് മനുഷ്യനെ കൊണ്ട് ഒന്നും നേടാനില്ല, ഒരു കീർത്തി. കാരണം മനുഷ്യർക്ക് എന്തായാലും ജനിച്ചാൽ മരണമുണ്ട് ഉറപ്പായി. പിന്നെ നീ കൊന്നിട്ട് എന്താ കാര്യം? കൊന്നെന്ന് പറഞ്ഞ ഒരു പ്രശസ്തിയും നിനക്ക് കീർത്തിയും കിട്ടാൻ പോകുന്നില്ല. അയാൾ എന്ത് ചിന്തിച്ച്, എന്നാൽ ദേവന്മാരോട് തുടങ്ങാം. അങ്ങനെ അയാൾ ദേവന്മാരോടൊക്കെ പോകണമെങ്കിൽ പാതാള ലോകത്തിൽ നിന്ന് യമനോട് യുദ്ധം ചെയ്ത് അവിടെ നിന്ന് ജയിച്ചു വേണം പോകാൻ. അപ്പോൾ നാരദ മഹാമുനി പറഞ്ഞു, എന്നാൽ ഞാൻ പാതാളത്തിലേക്ക് പോവുകയാണ് യമൻ്റെ അടുത്ത് നേരിടാൻ. അപ്പം നാരദ മഹാമുനി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവിടുന്ന് വിട പറഞ്ഞ് ഈ യമൻ്റെ അടുക്കലേക്ക് പോയി. ചെന്ന് പറഞ്ഞതുപോലെ രാവണൻ ഇങ്ങനെ വരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണായി പുഷ്പക വിമാനം മുകളിൽ വന്ന് സൂര്യൻ ഉദിച്ചതുപോലെ കൗണവാദീശൻ വരവത് നിർണയം. പെട്ടെന്ന് തന്നെ നാരദ മഹാമുനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുഷ്പക വിമാനമായിട്ട് രാവണൻ അവിടെ യമൻ്റെ അടുക്കലേക്ക് ചെന്ന് എന്നതറിഞ്ഞ്, അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ കൃതാന്തൻ ഈ യമൻ എന്ത് ചെയ്തു? വന്നു കൂടിയിടുക നമ്മുടെ സൈന്യം, അതായത് യമൻ്റെ സൈന്യങ്ങളെല്ലാം വരട്ടെ എന്ന് പറഞ്ഞിട്ട് അന്തക സൈന്യം യമൻ, യമനാണ്.
എല്ലാവരെയും കൊന്നുകൊണ്ട് പോയ അന്ന് അന്തക സൈന്യവും ശംഖനാദം കേട്ട് ദുന്ദുഭി ഘോഷണ വന്നു കൂടിനാർ. അവരുടെ രീതിയിലുള്ള ശംഖനാദമൊക്കെ കേൾപ്പിച്ചുകൊണ്ട് ദുന്ദുഭി നല്ല ആഘോഷത്തോട് തന്നെ അവിടേക്ക് വന്നു. ഇനി രാവണനുമായിട്ടുള്ള അപ്പം രാവണന് ഇത്രയും കാര്യം നാരദ മഹർഷി എന്ന് പറഞ്ഞില്ലെങ്കിൽ അപ്പോൾ യമൻ അറിയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രാവണൻ എത്തിക്കഴിഞ്ഞു അവിടെ. നമുക്ക് അതിനെപ്പറ്റി അപ്പോൾ അവിടെ നരകവർണ്ണന, യമൻ്റെ ലോകത്തെ നരകത്തിൽ അവിടെ കിടക്കുന്ന നരകത്തിൽ കിടന്ന് അനുഭവിക്കാൻ നമ്മളെപ്പോലുള്ളവർ ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തു പോകുന്ന അവരുടെ സുഹൃതം ചെയ്തവർക്ക് എന്താണെന്നും ദോഷം എന്താണെന്നൊക്കെ ഇതിൽ പറയുന്നത് സത്യമായ കാര്യമാണ്. ഇല്ലാത്തതൊന്നും ഇതിൽ പറയില്ല. ഇതൊക്കെ ശരിയാണ്. നമുക്ക് അതുകൊണ്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. നരകവർണ്ണന കണ്ടാൻ കൃതാന്തപുരിയിൽ തഥാ ദശകണ്ഠൻ ഭയങ്കരമാം നരകങ്ങളെ. ചെന്നപ്പോൾ കണ്ടു ഭയങ്കരമായിരിക്കുന്ന നരകങ്ങൾ ഇദ്ദേഹം കാണുക. ഈ രാവണൻ താപമാമാറ് മഹാനരകങ്ങളിൽ താപം, അത്രയ്ക്ക് ദുഃഖപ്പെട്ട ഭയങ്കരമായിരിക്കുന്ന നരകങ്ങളാണ്, മഹാനരകങ്ങളാണ് കാണാം. ഈ ഭൂമിയിൽ ഈ കന്നുകാലികളെയും അതിനെയൊക്കെ വെട്ടുന്ന ആൾക്കാരുടെയൊക്കെ അത്രമാത്രം ദുഃഖപ്പെട്ടുള്ള ഘോര കൃത്യങ്ങൾ ചെയ്തിട്ട് പോകുന്നവരുടെയൊക്കെ അവിടെ അനുഭവങ്ങൾ ഇപ്പം അവരൊന്നും അറിയുന്നില്ല. അവിടെ ചെന്ന് അനുഭവിക്കുമ്പോൾ ഇതെല്ലാം സത്യമായ കാര്യമാണ്. നമ്മളിവിടെ ചെറുതും വലുതുമായ എന്ത് ചെയ്താലും അതിനെല്ലാം ഫലങ്ങളുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം എന്താ? നമ്മൾ പരമാത്മാവിൽ തന്നെ മനസ്സിലാക്കി സത്യസന്ധമായി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരാർപ്പണമായി എല്ലാം ഭഗവാൻ അർപ്പിച്ച് യാതൊരു ഫലവും ആഗ്രഹിക്കാതെ കർമ്മങ്ങളെല്ലാം അവസാനിപ്പിക്കാനാണ് ഭഗവാൻ. അതുകൊണ്ട് ഈ ദുഃഖം ആർക്കും ഉണ്ടാവാതിരിക്കാൻ ഭഗവാൻ ഉപദേശം തരാനായി ഈ ലോകത്ത് അവതരിച്ചെന്നുള്ള നമ്മൾ അറിയണം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാതെ ഇവിടെ തിന്നും കുടിച്ചും അഹങ്കരിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. കുറേ ഭക്ത മക്കളുമുണ്ട്, കുറേ ഇരട്ടിക്ക് ദുഷ്ടത പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവരുടെ എല്ലാ അനുഭവങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ ഇദ്ദേഹം കാണും താപമന്മാർ അത്ര ദുഃഖത്തോട് മഹാനരകങ്ങളിൽ പാപികളെ ചേർത്ത് ദണ്ഡിപ്പിക്കുന്നതും പുണ്യം അതീവ ചെയ്തോരെ എന്ത് ചെയ്യുന്നു മനോഹര സ്വർണ്ണാലയെ സുഖിപ്പിക്കുന്നതും. അപ്പോൾ പുണ്യം അത്രത്തോളം ചെയ്ത മഹാത്മാക്കളുണ്ട്. അവരെ ഒരു വശത്ത് അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അതങ്ങനെയാണ്. അവരെങ്ങനെ ചെയ്യുന്നു? മനോഹരമായ സ്വർണ്ണാലയം, സ്വർണം കൊണ്ട് നമ്മളിപ്പോൾ ശബരിമല ചെല്ലുമ്പം എന്താ മോഷ്ടിച്ചുകൊണ്ടൊക്കെ പോകണമെങ്കിലും സ്വർണ്ണ പാളി കൊണ്ടല്ലേ അവിടെ എല്ലാം. അതുപോലെ മഹാത്മാക്കളായ ഇവിടെ പുണ്യം ചെയ്തവർക്കൊക്കെ നല്ല സ്ഥാനങ്ങളുണ്ട്. സ്വർണം കൊണ്ടുള്ള ആലയം, വീടുകൾ, അവിടെ സുഖമായി കഴിയുന്നത് നല്ല സ്വർഗാവസ്ഥ. സത്യമായിട്ട് നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഇനിയെങ്കിലും ഭഗവാനെ ചെയ്തു പോയ അപരാധങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് മുട്ടിപ്പായി കണ്ണുനീരൊഴുകി പ്രാർത്ഥിച്ചാൽ ഇനിയെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരനെ അറിഞ്ഞ് കർമ്മം ചെയ്താൽ മാത്രം പോരാ, നമ്മളെ ഉള്ളത്തിൽ ഞാനാകുന്നവൻ ഞാനാണെന്ന് തന്നെ ഉറപ്പിച്ച് നമ്മൾ തന്നെയാണ് ഭഗവാൻ, ഈശ്വരൻ, പരമാത്മാവ് എന്നുള്ള രീതി തന്നെ ലയിച്ച് പരമാനന്ദത്തിൽ ലയിച്ച് ചെന്നാൽ നമുക്ക് ഈ സ്വർണം കൊണ്ടുള്ള ആലയത്തിൽ കിടക്കാം. അത് നമ്മളിപ്പോഴേ ചെയ്തോളൂ. അതുകൊണ്ട് പുണ്യം അതീവ ചെയ്തവർ അത്രത്തോളം എനിക്ക് ചിരി വന്നത് അതുകൊണ്ടല്ല, ഞാൻ പെട്ടെന്ന് എന്നെപ്പറ്റി ഒന്ന് ഓർത്തുപോയി, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. എന്തെങ്കിലും നന്മ നമ്മളുണ്ടെങ്കിൽ അത്രയ്ക്ക് കഷ്ടപ്പാട് ഉണ്ടാവില്ലെന്നൊരു സന്തോഷമുണ്ടെങ്കിൽ ചിരിച്ചു പോയതാ. നമ്മളെല്ലാവരും അങ്ങനെ ചിരിക്കണം മക്കളെ. എന്തെങ്കിലും പുണ്യങ്ങളെ അമ്മക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയി ഭഗവാനെ, ഇനിയെങ്കിലും ഒരു ദോഷവും എന്നിൽ നിന്ന് ഉണ്ടാവരുത്. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും പാടില്ല, പ്രവൃത്തി പറയാനും പോലും പാടില്ല, പാപകർമ്മങ്ങൾ ഇന്നലെ ചെയ്യണമെന്ന് പറയാൻ പാടില്ല, മനസ്സുകൊണ്ട് അത് വേണമെന്ന് ചിന്തിക്കാൻ പാടില്ല, ഇങ്ങനെ ഓരോന്നും പ്രവൃത്തി കൊണ്ട് ചെയ്യാനും പാടില്ല. അങ്ങനെ നമ്മൾ ഭഗവാനെ ഭജിച്ചൊരു പുണ്യം ഒരുപാട് ചെയ്താൽ അവർക്ക് എന്താണ്? സ്വർണ്ണാലയം. അപ്പം നിങ്ങൾ ചിന്തിക്കൂ, തെറ്റ് പറ്റിപ്പോയി, ഇത്രയുള്ള അറിഞ്ഞില്ല, ഇപ്പോഴാണ് ഈ അമ്മ ഇതെനിക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾ മുട്ടിപ്പായി ഭഗവാൻ ഇത് തന്നെ അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് എടുക്കണമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞാനിത് വായിച്ചു നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാരണം ഒരു മകളിപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു, അമ്മ ഇന്ന് ഭാഗവത ക്ലാസ് ഇല്ലേ? ഞാനൊരു ക്ലാസ്സൊന്നും വെക്കുന്നില്ലല്ലോ, എനിക്കങ്ങനെ പഠിപ്പിക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. പിന്നെ നമ്മൾ എന്തൊക്കെയോ ഭഗവാനോട് ചേർന്നിരുന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നു, അത് മറ്റുള്ളവരത് ക്ലാസ്സാക്കി വെക്കുന്നു. ഞാനങ്ങനെ ആർക്കും ക്ലാസ്സുകാരായില്ല മക്കളെ, എനിക്കൊരു കുന്തവും അറിയില്ല. എന്തൊക്കെ അല്പം അത് നമുക്കിപ്പോൾ അതൊക്കെ മതി. ഒന്നും അറിയാത്തവർക്ക് വളരെ സന്തോഷമല്ലേ അതൊക്കെ. അല്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേ നമുക്ക് ഇപ്പോൾ ചിന്തിക്കാം. അത് കഴിയുമ്പോൾ ഈശ്വരൻ അതിന് വേണ്ടുന്ന രീതിയിൽ പൊക്കോളും. നമുക്ക് ആശ്വാസം ഉണ്ടോ? നമുക്ക് സമാധാനം ഉണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ പല മക്കളും എന്നെ വിളിക്കുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുമ്പം എന്നെ ദർശിക്കും, അല്ലെങ്കിൽ
ഞാൻ വിളിച്ചിരിക്കും, എന്തെങ്കിലും അപ്പോൾ സംഭവിക്കുന്നു. അപ്പോൾ അയ്യോ ഞാനിപ്പോൾ അമ്മയെ ഓർത്തതേ ഉള്ളൂ. അങ്ങനെ പല മക്കളും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അല്ലയോ നല്ല കാര്യങ്ങൾ. അപ്പം എന്തെങ്കിലും ഒരു സമാധാനത്തിനോ വേണ്ടി ആയിരിക്കുമല്ലോ എന്നെ വിളിക്കുക. അപ്പോൾ ആ സമാധാനം അപ്പോഴും. കാരണം ഇന്നലെ ഒരു കുട്ടി അതിഭയങ്കരമായ നിലവിളിയായിരുന്നു മാവേലിക്കരയെന്ന്. കാരണം അപ്പച്ചൻ എന്നെ അറിയുന്നില്ലേ, എൻ്റെ ദുഃഖം അറിയുന്നില്ലേ എന്നും പറഞ്ഞ് നിലവിളിച്ചിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ വിളിക്കും അങ്ങോട്ട്. എനിക്ക് ആ കുട്ടിയെ വിളിക്കണം തോന്നാൻ കാണാൻ പ്രത്യേക നമ്പർ, അതായത് ഒരേ അക്കങ്ങൾ 2-3 വട്ടം എടുക്കുക. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിച്ച് ഈ കുട്ടി ആരായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ, കാരണം ഒത്തിരി നമ്പർ എഴുതിയിട്ട് അന്ന് തുരുതുരാ വിളിച്ചപ്പോൾ കുറേ നമ്പറുകൾ വിളിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വിളിക്കുക എന്നെ കിട്ടാഞ്ഞിട്ടാണല്ലോ അത് ഞാൻ അങ്ങോട്ട് വിളിക്കുക ഇടയ്ക്ക് ആരെന്നറിയാൻ. അങ്ങനെ അതിനെനിക്ക് വിളിക്കണം തോന്നിയപ്പോൾ എന്തുവാ, ആ കുട്ടി ഞാനിങ്ങനെ വിളിച്ചിട്ട് അത് സങ്കടപ്പെട്ട്. അപ്പോഴില്ല അപ്പച്ചൻ എന്നെ അറിയുന്നില്ലേന്ന്. കാരണം ഈ കുട്ടി ഹിന്ദു ആണെങ്കിലും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതാണ് നോക്കണം. പരമാത്മാവ് ഏകനാണെന്ന് ഞാൻ അറിയാം. അത് ഭക്തരുമായിരിക്കും കാരണം എന്നെ വിളിക്കണമെങ്കിൽ ഇവിടെ സങ്കടം വന്നല്ലേ പറ്റൂ. അപ്പോൾ ആ കുട്ടി എന്തുദ്ദേശിക്കുന്നു അത് എന്നിൽ നിന്ന് അങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നിലവിൽ ഞാൻ പറഞ്ഞ മക്കളുടെ കാര്യം ചെയ്യും, കർത്താവായ യേശുദമ്പരനെ പ്രാർത്ഥിക്കൂ, ഇപ്പോൾ നിൻ്റെ അസുഖമൊക്കെ മാറും, വിഷമം മാറും. അപ്പോഴത് പൊട്ടിക്കരഞ്ഞു. കാരണം എന്താ, യേശുപ്പച്ചനെ ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ പള്ളിയുടെ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് പള്ളിയുടെ കൈപ്പടയിൽ ചെന്ന് ഇരുന്ന് അവിടെ അടച്ചിട്ടേക്കുമായിരിക്കും. എന്നിട്ട് അപ്പച്ച എന്നെ കാണുന്നില്ലേ അപ്പച്ച, എൻ്റെ ദുഃഖം അറിയുന്നില്ലേ അപ്പച്ച, എന്നെ അപ്പച്ചൻ കാണുന്നില്ലേ എൻ്റെ വേദന എന്ന് കരഞ്ഞും പറഞ്ഞും വീട്ടിലോട്ട് എത്തിയപ്പോഴാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഞാനും പറയുന്നതാ, കൃഷ്ണൻ എന്ന് പ്രാർത്ഥിക്കാനോ ഭാഗവതകൃതം കേൾക്കണമെന്നോ ഒന്നുമല്ല. എന്നാൽ നിനക്ക് എൻ്റെ ഞാൻ ഒരു പവർ അങ്ങോട്ട് അയച്ചു തരാമെന്നും അല്ല ഞാൻ പറയുക. ഞാൻ മക്കളൊരു കാര്യം ചെയ്യും, യേശു കർത്താവിനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക. അത് നിത്യജീവനെ വീണ്ടും വീണ്ടും വരുമെന്ന് എല്ലാവരും കാത്തുകെട്ടി ഇരിക്കുകയാണ്. പക്ഷെ അത് ചുമ്മാ മക്കളെ ഞാൻ കണ്ടു കഴിഞ്ഞു. എന്നേ വന്ന് അന്നേ കാണേണ്ടതിനെ കാണിക്കുന്നുണ്ട്. ഇനിയും വരും, ഇനി വീണ്ടും വരുമെന്ന് പറഞ്ഞ് പോയ ആള് ഇനിയും വരുമെന്ന് നോക്കിയിരിക്കുക. ജനങ്ങൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുക. പക്ഷെ കർത്താവ് യേശുവിനെ നിത്യജീവനെ പ്രാപിച്ച ഭൂമിയിലുണ്ട്. ഞാൻ പ്രത്യക്ഷമായി കണ്ടതാ, യോഹന്നാൻ കണ്ട വെളിപാട് ഞാൻ കണ്ടതാ. അന്ന് ആ ഒരൊറ്റ ദിവസം പോലും എനിക്ക് ഒരു ദിവസം പോയില്ല. ഉച്ചയ്ക്ക് ഞാനിവിടെ വരുന്നത് രാത്രി തന്നെ കിടക്കാൻ ലൈറ്റ് അണച്ചപ്പോൾ തന്നെ എൻ്റെ മുമ്പിൽ, അത് മനുഷ്യരൂപമൊന്നും അല്ല. അങ്ങനെ അത് യോഹന്നാൻ കണ്ട വെളിപാട് അറിയുന്നവർക്ക് അറിയാം. എനിക്കിത് തോന്നെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ അത് എൻ്റെ ഉള്ളത്തിലിരുന്ന് എന്തുകൊണ്ടോ എന്തോ ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞത്. അപ്പോഴത് ഒന്നുകൂടെ അമ്മേ ഇതാ എൻ്റെ വിഷമം, ഞാൻ ബൈബിൾ എടുത്തോട്ടെ അതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്നു നീ 2 വെള്ളത്തിൽ ചവിട്ടുന്ന, നീ ഹിന്ദു അല്ലേ, നീ കർത്താവിനെ സ്നേഹിക്കൊണ്ടാണ് നിനക്ക് ദുഃഖമെന്ന്. ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കർത്താവ് ഹിന്ദുവിനോന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിക്കൊന്നും വന്നതല്ല. കർത്താവ് ഏതൊരു രാജ്യത്ത് സർവ്വ മക്കൾക്കും വേണ്ടി വന്നതാ. എല്ലാവരുടെയും വേദന ഒപ്പാൻ വന്നയാളാ. അതിനെ കുറച്ച് പേര് ഇങ്ങനെ അകത്ത് പിടിച്ച് എൻ്റെ കർത്താവിനെ പിടിച്ച് അവിടെ ഇരിക്കുന്ന ആളല്ലത്. എനിക്ക് ഇനി ഏത് മതത്തിലും ആയാലും എനിക്ക് വേണമെങ്കിൽ എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവ് വന്നേ പറ്റൂ. ഞാനൊരു കുഞ്ഞിൻ്റെ ഹൃദയമായി മാറണം, നിഷ്കളങ്കമായി മാറുന്നൊരു ആർക്കായാലും അങ്ങനെ. അല്ലാതെ ഈശ്വരൻ്റെ അടുക്കെന്ന് വരുന്ന വ്യക്തികളൊന്നും ഒരു അവതാരങ്ങളും ആർക്കും കുത്തകയല്ല. ഗുരുദേവനായാലും ചട്ടമ്പി സ്വാമികളായാലും ആരും ഒരു അക്ഷരം നമുക്ക് പറഞ്ഞുതരാൻ വന്നിട്ട് അവരാരുടെയും എങ്ങും പ്രമാണം പതിച്ച് ചെയ്ത് എൻ്റെ എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരാളല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ മനസ്സിലിരിപ്പ് സംഭവം എനിക്കുള്ള വായിന്ന് വന്നു. മക്കളൊരു കാര്യം കർത്താവിനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ അമ്മേ ഇതാ എൻ്റെ അയൽക്കാരെല്ലാവരും എന്നോട് പറയുന്നത് നീ 2 വെള്ളത്തിൽ ചവിട്ടുന്നെന്ന്. ഈ 2 വെള്ളം ആർക്കുണ്ടായി? 2 വെള്ളം സങ്കല്പം എങ്ങനെ വന്നത്? ഏകനാണ്, പരമാത്മാവ് ഏകനാണ്. ആ പരമാത്മാവിൻ്റെ പുത്രനും പുത്രിയും ആരും നമ്മളെല്ലാവരും ആ പിതാവിൻ്റെ സന്തതികൾ അവിടെ 2 ഇല്ല, എല്ലാം ഏകമാണ്. നമ്മളെല്ലാവരും ഒന്നാണ്. ആ മനോഭാവം അറിഞ്ഞിട്ടുള്ളവരാരും 2 വെള്ളത്തിൽ ചവിട്ടുമെന്ന് പറയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരു നല്ല വഴിക്ക് പോകാൻ സന്മാർഗത്തിലൂടെ പോകുന്ന ഒരു വ്യക്തി നല്ലൊരു ഗുരു പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ തെമ്മാടികളെ കൂടെ കൂടാൻ പാടില്ല, ദുഷ്ടന്മാരുടെ കൂടെ പോകാൻ പാടില്ല. അത് 2ആണ്. അവൻ പറഞ്ഞാൽ അവൻ്റെ കൂടെ പോയാൽ അവൻ്റെ ദുഷ്ടത ഇവർക്കും കിട്ടും. ഈ നല്ല മാർഗത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് പഠിച്ചവരുത്തൻ പിന്നെ ഒരു ദുഷ്ടനായിട്ട് ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ഒരാളുടെ കൂടെയും കൂട്ട് കെട്ടിയാൽ ഏതെങ്കിലും ഒന്നല്ലേ കിട്ടൂ. ഒന്നേ ദുഷ്ടത്തിൻ്റെ കൂടെ കൂടും, അല്ലെങ്കിൽ സജ്ജനത്തിൻ്റെ കൂടെ കൂടും. ഏതാ നല്ലത് നമ്മൾ തീരുമാനിച്ച് മാറ്റുക. ദുഷ്ടനും സജ്ജനും ചേരത്തില്ല. അത് 2 വെള്ളം അങ്ങനെ. അത് ക്രിസ്ത്യാനികൾ അത് എങ്ങനെ പറയുന്നു? കർത്താവ് ദുഷ്ടനാണെന്ന് കരുതുന്നവരാണ് അങ്ങനെ പറയുന്നത്. അല്ല ഹിന്ദുക്കൾ, അതായത് കൃഷ്ണൻ അല്ല ഹിന്ദുക്കളുടെ ദൈവങ്ങളെല്ലാം പിശാചാണ് എന്ന് അറിവില്ലായ്മ അവർ പറയുന്നതുകൊണ്ട് 2 വെള്ളം അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് ഒരുപാട് ദുഷ്ടന്മാരുണ്ട്, അവതാരങ്ങളല്ല. അത് ദുഷ്ടത്തരം കാണിക്കുന്ന കൂടെ കൂടിയാൽ നമ്മൾ നശിക്കും. ഒരു ദുഷ്ടനോട് ഒരു സജ്ജനം കൂടിയ ആ സജ്ജനം ദുർജനനായി മാറും. അതാണ് 2 വെള്ളം. പക്ഷെ പരമാത്മാവായ ഏക ഈശ്വരൻ്റെ അവതാരങ്ങൾ ആരും ദുഷ്ടനല്ല.
എല്ലാം ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മളെല്ലാവരും. അവിടെ പ്രവൃത്തിയിലാണ് ദുഷ്ടതരം കാണിക്കുന്നത്. പ്രവൃത്തി ദുഷ്ടതരാണെങ്കിൽ ശരിയാ, നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ചേരാത്ത പ്രവൃത്തി ചെയ്ത് വെച്ചാൽ ആ ഒരു മനുഷ്യ ദുഷ്ടൻ, അവരുടെ കൂടെ കൂടണ്ട. ഈ കുട്ടി എന്ത് ചിന്തിച്ചത് ഞാൻ പറയുന്നു. അപ്പോൾ അതിന് ഞാൻ പറയും, മക്കളെ ഒരിക്കല ഞാനും, കാരണം എന്താ പറയുക, ഗുരുദേവൻ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും എല്ലാം ഒന്നിച്ചെടുത്ത് വെച്ചില്ല. ഒരു ജാതി ഒരു മതം എല്ലാവരും പഠിപ്പിച്ചില്ലേ? അപ്പോൾ ആർക്കെങ്കിലും അജ്ഞാനങ്ങളുണ്ടോ? അറിവുള്ള ഒരുത്തർക്കും അജ്ഞാനം വരില്ല. എല്ലാം ഏകമാണെന്ന് കാണുന്ന ഒരുത്തർക്കും രണ്ടാണ് അജ്ഞാനം. ഇതൊന്നും പാടില്ല, എല്ലാം ഏകമാണ്. പരമാത്മാവല്ലാതെ വേറൊന്നും തന്നെ ഇവിടെ ഇല്ല. പിന്നെ അവിടെ കർത്താവ് ആരാ? അതല്ലേ പരമാത്മാവല്ലേ. കൃഷ്ണൻ ആരാ? പരമാത്മാവല്ലേ. ഞാൻ ആരാ? അതും പരമാത്മാൻ്റെ അംശമല്ലേ. എല്ലാം അത് തന്നെയാണ്. അത് ശക്തി ഇല്ലാതെയും കുറഞ്ഞൊക്കെ വരും. നമുക്കൊന്നും ഇല്ല, നമ്മൾക്ക് ഒരു അല്പമേ ഉള്ളൂ. നമുക്ക് ഭഗവാന്റെ കൃപയോ ആ ചൈതന്യമോ ശക്തിയൊക്കെ അല്പമേ ഉള്ളൂ. അവതാര പുരുഷന്മാർ നമ്മളെ കൂടെ പഠിപ്പിക്കാൻ വേണ്ടി ശക്തിപൂർവ്വം വന്ന് അവതരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആരും രണ്ടല്ല, എല്ലാം ഒന്നാന്ന് എപ്പോൾ അറിയുന്നു. അതാണ് ജ്ഞാനം. അറിവുള്ള വിദ്വാൻ അങ്ങനെ കാണുന്നു, അല്ലാത്തവർ രണ്ടെന്ന് കാണുന്നു. അവർക്കൊരിക്കലും പരമാത്മായിട്ട് ലയിക്കാൻ പറ്റില്ല. കാരണം അല്പമെങ്കിലും ഹൃദയത്തിൽ അസൂയ കുശുമ, അത് ഹിന്ദു അല്ലേ, അത് ക്രിസ്ത്യാനില്ലേ എന്ന് ചിന്തിക്കുന്ന കുശുമ്പും അസൂയുള്ള ഒരു വ്യക്തിയുടെ ഉള്ളത്തിലും ഈശ്വരൻ വസിക്കത്തില്ല. പണ്ഡിതനായിട്ട് ഇതൊക്കെ പഠിച്ച് തർക്കിക്കാൻ കൊള്ളാം. ഇഷ്ടംപോലെ പറഞ്ഞു പഠിച്ച് എല്ലാ 6 ശാസ്ത്രം വേദങ്ങളാലും പഠിച്ച് വെച്ചിട്ട് നന്നായി പ്രസംഗിക്കും എന്ന് കരുതി പ്രവൃത്തിയിലില്ലെങ്കിൽ ഒന്നുമല്ല. ഒരു അല്പം കുശുമ്പ് മതി. അവൻ അങ്ങനെ എന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ അത് പകയാണ്, അത് കുശുമ്പാണ്, അത് ഹൃദയശുദ്ധിയല്ല. ആ ശുദ്ധികേടിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ ഹൃദയത്തിൽ പരമാത്മാവ് കൂടി കൊള്ളത്തില്ല. നമുക്ക് തോന്നലാ ഉണ്ടെന്ന്. എല്ലാം പഠിച്ചു വെച്ചിട്ട് പാടിയിട്ട് കാര്യമില്ല. അത് പ്രവൃത്തി കൊണ്ടുവരുമ്പോഴേ അത് ആരാ അതിനകത്തെന്ന് ചിന്തിക്കും. പ്രവൃത്തി ഇല്ലാണ്ട് എത്ര നോട്ട് പഠിച്ചെഴുതി ജനങ്ങളെ പഠിപ്പിച്ചാലും ഒരു അധ്യാപകനായിട്ട് പഠിപ്പിക്കാം. പക്ഷേ ഉള്ളം പ്രസാദിക്കണം, ഭഗവാൻ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരല്പം പോലും കുശുമ്പ് പാടില്ല. മറ്റൊരു തന്നെ എന്നെ ദുഷിച്ചതുകൊണ്ട് എനിക്കും ദുഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാനും ആ ദുഷിപ്പിൻ്റെ ഒത്തായില്ലേ, അവനൊപ്പം ഞാനും ആയില്ലേ. അപ്പം ഞാൻ ദുഷിക്കുകയല്ലേ ചെയ്യാം. അവനങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മൾ അവൻ്റെ അറിവുകേടാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളെ രീതി നോക്കിക്കോണം. നമ്മളെ ഹൃദയം എപ്പോഴും വെടുപ്പാക്കിക്കൊണ്ടേ ഇരിക്കണം. വേർത്തൻ്റെ പകരം വിട്ടൊക്കെ നമുക്ക് പറഞ്ഞിട്ടില്ല, ഒരു വിദ്വാൻ അത് പറഞ്ഞിട്ടില്ല. നമ്മൾ ശുദ്ധനായി തന്നെ ജീവിക്കണം, എന്നാലേ ഈശ്വരകൃപ നമ്മളിലേക്ക് ഒഴുകൂ. അത് ഒഴുകിയല്ലേ മറ്റുള്ളവർ കൊടുക്കാൻ പറ്റൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മറ്റുള്ളവനെ കണ്ട് പഠിച്ചാൽ നാമും അതുപോലെ ആയിപ്പോകും. അവനിങ്ങനെ ചെയ്തു, അവൻ നമ്മുടെ കൃഷ്ണനെ, നമ്മുടെ ഹിന്ദുവിനെ ആക്ഷേപിക്കുന്നതുകൊണ്ട് നമുക്കും കർത്താവിനെ ആക്ഷേപിക്കുക എന്ന് പറയാൻ രണ്ടും തുല്യമല്ലേ. ആ അറിവില്ലായ്മ അല്ലേ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ഉള്ളത് പക വീട്ടാന്നല്ലാതെ യുദ്ധവും വെട്ടും കുത്തുമായിട്ട് പോകാമെന്നല്ലാതെ എന്താണ് ഫലം? ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് പ്രവൃത്തിയിൽ കൊണ്ട് വരണ്ടേ? ഈശ്വരനെ യഥാർത്ഥമായി ജ്ഞാനം, ആ ഒരു ജ്ഞാനി എന്ത് കാണുന്നു? സർവത്തിലും പരമാത്മാവെന്ന് കാണും. അത് കർത്താവായാലും കൃഷ്ണനായാലും മുരുകനായാലും ദേവിയായാലും ദേവനായാലും ഞാനായാലും ഏത് മക്കളായാലും മറ്റ് മനുഷ്യരായാലും അല്ലെങ്കിൽ ജീവജാലങ്ങളായാലും സർവത്തിലും പരമാത്മ ചൈതന്യം തന്നെ, ഒന്നല്ലാതെ രണ്ടില്ല. ഇതെപ്പോൾ ഉള്ളിൽ ഉൾക്കാഴ്ച കൊണ്ട് നമ്മൾ അത് അറിഞ്ഞ് അപ്പോഴാ കൃപ ഇങ്ങനെ ഒഴുകുന്നത്. ആ ഈശ്വര കൃപ നമ്മളിലേക്ക് ഒഴുകിയിട്ട് അകം പുറവും പ്രശോഭിച്ചിട്ട് സർവത്തിലേക്കും വ്യാപരിച്ച് എല്ലാവർക്കും ആ കൃപ, ആ ചൈതന്യം സർവ്വപേർക്കും കൊടുക്കാനുള്ള ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളത്തിൽ തന്നെ പ്രസാദിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കണമെങ്കിൽ കുശുമ്പോ കുന്നാമത്തോ ഒന്നും പാടില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാനും കേമനാണെന്ന് കാണിക്കുന്ന അജ്ഞാനമല്ലേ, അറിവില്ലായ്മല്ലേ, അന്ധനല്ലേ. അവർക്കൊരിക്കലും ഇത് കിട്ടത്തില്ല. എന്ത്? ഈ കൃപ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഈ രാവണൻ ചെന്നപ്പോൾ എന്ത് കണ്ടു? പാപികളെ ചേർത്ത് ദണ്ഡിപ്പിക്കുന്നത് കണ്ടു. പാപികളെ മൊത്തത്തിലിങ്ങോട്ട് പിടിച്ചു അവരെ ഇടിക്കുകയും ദണ്ഡിപ്പിക്കുന്നു. പിന്നെയോ പുണ്യം അതീവ ചെയ്തവരെ, എത്രത്തോളം ഭയങ്കരമായ പുണ്യം ചെയ്തവരുണ്ട് ഈ ഭൂമിയിൽ. അവർ മരിച്ചെന്നപ്പോൾ അവരെന്ത് ചെയ്ത്? മനോഹര സ്വർണ്ണാലയെ സുഖിപ്പിക്കുന്നു. അപ്പോൾ രാവണൻ നോക്കുമ്പോൾ അങ്ങനെ ഇത് കൊള്ളാമല്ലേ, പുണ്യം ചെയ്തവരെല്ലാം ഒരു ഭാഗത്ത് സ്വർണം കൊണ്ടുള്ള ആലയത്തിൽ അവരെ പാർപ്പിച്ച് സുഖജീവിതം, സ്വർഗീയമായ അനുഭൂതി. അത് കണ്ടപ്പോൾ എന്നിട്ട് കാലസൂത്രാസി പത്ര വന അധ ശൂലക്രോധം വൈതരണി എന്നിത്തരം ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കഷ്ടതകളെല്ലാം ചെയ്ത് കൂട്ടിയ ദുഷ്ടതരങ്ങൾ ചെയ്തവരെന്ത് ചെയ്യുന്നു? ദുഃഖിപ്പിക്കുന്നതും കണ്ടു. അപ്പോൾ ഭയങ്കരമായ പാപങ്ങൾ. അപ്പം നല്ല പുണ്യം ചെയ്തവരെ സ്വർണ്ണാലയത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർണ്ണാലയത്തിൽ പ്രാർത്ഥിച്ചാൽ അവരുടെ സുഖം പറയണോ? അതുപോലെ ഇവിടെ അത്രത്തോളം ഘോര കൃത്യങ്ങൾ ചെയ്തവരെ എന്ത് ചെയ്യുന്നു? ഓരോരോ ദുരിതങ്ങൾ, പല പല ദുരിതങ്ങൾ ചെയ്തവരെ ദുഃഖിപ്പിക്കുന്നതും കണ്ടു ദശാനനൻ. നരകവർണ്ണനയാണ്. എന്നിട്ടോ ഉൾക്കടരോഷേണ നായും നരികളും ഇതിനിടയ്ക്കൂടെ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ദണ്ഡിപ്പിക്കണം. അവിടെ നായും നരിയും ഒക്കെ ഉണ്ട്.
അവർ ചെന്ന് കടിച്ച് അവരെക്കാൾ നിർത്തി വന്നാൽ ഇങ്ങനെയുള്ളവരെ കടിച്ച് കൊടയാൻ വലിച്ച് കീറി കുടലമുണ്ടൊക്കെ വലിച്ചെടുത്ത് അത്ര ഇത് ചിലർക്ക് ഒരു വിശ്വാസം വരത്തില്ല, ഇതൊക്കെ ചുമ്മാ എന്ന് പറയാം. അതൊക്കെ അറിവില്ലായ്മ, അതിലും അറിവില്ലായ്മ കൊണ്ടെന്നേ പറയാൻ പറ്റൂ. ഈ നമ്മുടെ ഈ പുറമേയുള്ള ശരീരം മാത്രമേ പോകുന്നുള്ളൂ, പിന്നെ ഉള്ളത്തിലിരിക്കുന്ന ശരീരം കൊണ്ടല്ല പോണത്. അവിടെ ഇതെല്ലാം ഉണ്ട്. അപ്പോഴെന്തുവെന്ന് ഈ ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നതും കണ്ടു ദശാനനൻ. എങ്ങനെയൊക്കെയാ? ഉൽക്കട രോഷേണ, അത്ര കടുപ്പമായ രോഷേണ ഈ പട്ടി, നായും നരി ഊളനും ചെന്ന് കടിച്ചിട്ട് ഉടൽ, ഈ ദുഃഖിപ്പിച്ച നരകത്തിയിട്ട് ആ ജനങ്ങളെ ഉടലൊക്കെ കടിച്ചു കീറുക. അത് നായ്ക്കളെ കൊണ്ടല്ലേ പറ്റൂ. ഊളനൊക്കെ കടിച്ച് ഉടലൊക്കെ കീറുന്ന നേരത്ത് ഖിന്നതയോടെ മുറയിടുന്നു ചിലർ. അത്രത്തോളം ദുഃഖപ്പെട്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത് കണ്ടിട്ടുള്ളവരാരും അതിൽ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ ഇതൊന്നും നമ്മൾ ഓർമ്മ നിൽക്കത്തില്ല. നമ്മൾ പോകുമ്പോൾ അവിടെ ഇവിടുത്തെക്കാരും ഓർക്കത്തില്ല, വീണ്ടും ജനിക്കുമ്പോൾ അവിടുത്തെക്കാരും ഓർക്കത്തില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. വേണമെങ്കിൽ ശുദ്ധമായി ജീവിച്ചോളുക. ഇത് കണ്ട എല്ലാവരും ശുദ്ധമായി പോവുകയും ചെയ്യും. ബുദ്ധിയുള്ളവർ നന്നായി ജീവിച്ചിട്ട് സ്വർഗത്തേക്ക് പോകുന്നവരങ്ങനെ, നരകത്തിലേക്ക് പോകുന്നവരങ്ങനെ. എല്ലാവരും ഇത് കണ്ടാൽ എന്തുവരും? ആരും കുറ്റകൃത്യങ്ങൾ ചെയ്യത്തില്ല. അപ്പം അതും വിഷമ ഈശ്വരന്. കാരണം ഭൂമിയിൽ ആരും ഇല്ലാതെ പോകും. ഇവിടെ വീണ്ടും വീണ്ടും ജനിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നരകങ്ങൾ അനുഭവിച്ച് ആ നരകയാതന തീർന്നു വരും. പിന്നെ അവരെ എടുത്തിട്ട് ഭൂമിയിലേക്ക് വീണ്ടും ജനിപ്പിക്കത്തില്ലയോ? അല്ല കരടിയോ സിംഹമോ അല്ലെങ്കിൽ ആ കാട്ടാളനോ എന്തെങ്കിലും, അല്ലെങ്കിൽ കുരങ്ങന്മാരോ എന്തെങ്കിലും ആയിട്ടൊക്കെ വീണ്ടും ഇങ്ങനെ കഷ്ടപ്പെടുത്താനാണുള്ള ജനനം വീണ്ടും ജനിക്കേണ്ടത്. അല്ലെങ്കിൽ ഭൂമി ആളില്ലാതെ പോകത്തില്ലയോ? ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട അവസ്ഥയിൽ നമ്മൾ ആരും കുറ്റകൃത്യം ചെയ്യാതെ എല്ലാവരും മോക്ഷത്തിലേക്ക് പോകും. അതുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ ഓർമ്മ കുറയ്ക്കുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോൾ ഭൂമിയുടെ കാര്യം ഓർമ്മയില്ല, അവിടെ ചെന്ന് അനുഭവിച്ചിട്ട് വീണ്ടും തിരിച്ച് ഭൂമിയിൽ വരുമ്പോഴോ നരകയാതനയും ഓർമ്മയില്ല. ഇങ്ങനെ പോകും. പിന്നെ ചിലർക്കൊക്കെ എവിടെയൊക്കെ നമ്മളിപ്പോൾ അറിയുന്നു, ചിലർക്ക് ഓർമ്മ കിട്ടുന്നെന്ന്, പോകുന്നതൊക്കെ അറിയുന്നെന്ന്. അതൊക്കെ ചില സന്ദർഭം അങ്ങനെ ഉണ്ടാവാം. അതുകൊണ്ട് ഇവിടെ എന്ത് വരുന്ന്? ദുഃഖിപ്പിക്കുന്നത് കണ്ട് ദശാനൻ ഉൽക്കട രോഷേണ നായും നരികളും ചെന്ന് കടിച്ച് ഉടൽ കീറുന്ന നേരത്ത് ഖിന്നതയോടെ നിലവിളിക്കുന്നു. എന്താ മുറയിടുന്നു. അത്ര നിലവിളിയാണ് ചിലര്. വാച്ച കൃമികൾ, അത്ത കൃമികളൊക്കെ ഇച്ചിരിയൊന്നും അല്ല, ഭയങ്കരമായ കൃമികളാണ് വാച്ച കൃമികൾ. ഇതൊക്കെ തിന്നും കുടിച്ചും കിടക്കുകയല്ലേ? എത്ര നാളുണ്ടേ തിന്നും കുടിച്ചുള്ള കൃമികളൊക്കെ ഭയങ്കര ആനടത്ര കാണും ചിലപ്പോൾ. വാച്ച കൃമികൾ കടിച്ച് വശം കെട്ട് മൂർച്ഛിച്ച് വീണ് മുറയിടുന്നു ചിലർ. അത്രത്തോളം ഊക്കോടെ കടിച്ചെടുക്കുക, രക്തം കുടിക്കുക, ഇങ്ങനെ കടിച്ചെടുക്കുന്നതിനെ കണ്ട് അങ്ങനെ കുറേ പേര് മുറയിടുന്നു. കൃമികൾ കൊച്ചു കൃമികളല്ല, വലിയതായ കൃമികൾ. ചുട്ട മണല മരുഭൂമി, അത് പഴുത്ത് കിടക്കുന്ന മരുഭൂമി, മണൽ പഴുത്ത് കിടന്നാൽ എന്തുവരും? അങ്ങനെ മരുഭൂമി തന്നിലെ മുട്ടയിൽ നടന്ന് മുറയിടുന്നു. മുട്ടിന്മേൽ ഇഴഞ്ഞ് അന്ന് മുട്ടുകൊണ്ട് കുത്തി നടക്കുമ്പോൾ മണൽ പഴുത്ത് ചുട്ട് കിടക്കുന്ന മണൽ അത് മുട്ടുമേലിഴഞ്ഞ് മരുഭൂമി തന്നിലെ മുട്ടയിൽ നടന്ന് മുറയിടുന്നു ചിലർ. അപ്പം മരുഭൂമി ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന, മരുഭൂമി എന്താ? പഴുത്ത് കിടക്കുന്ന മണൽ, അതിൻ്റെ മുകളിൽ കൂടെ മുട്ടുമേൽ നടന്ന് അവർ കരയുന്നു, മുറയിടുന്നു. കൂരിരുട്ടായ കുഴികളിൽ വീണ് അഴൽ പാരം മുഴുത്തു മുറയിടുന്നു ചിലർ. കുറ്റാക്കുറ്റിരുട്ടായ അഗാധമായ കിണറുണ്ട്, അവിടെ അകത്ത് ചെന്നാൽ വെറും ഇരുട്ടാണ്. അങ്ങ് ഭയങ്കര ഒരു കുഴിയാണ്, കിണർ പോലെ. അത് ഇങ്ങനെ തൊടിയൊന്നും കാണത്തില്ല, അഗാധ കുഴിയാണ്. അത് വെട്ടവും ഇല്ല, ഒന്നുമില്ല. അവിടെ ചെന്ന് വീണാൽ ഭയന്ന് പോകത്തില്ലേ? അവിടെ വല്ല ആഹാരമോ വെള്ളമോ വല്ലതും കുടിക്കാനുണ്ടോ? അതുകൊണ്ട് കൂരിരുട്ടായ കുഴികളിൽ വീണ് അഴൽ പാരം മുഴുത്ത് മുറയിടുന്നു ചിലർ. അപ്പോൾ ഒന്ന് ആലോചിച്ച്, ഇതൊക്കെ വെറുതെ എഴുതുന്നതാണോ? ഘോരാമുധിയിലൊരു കര കാണാതെ, ഘോരമാകുന്ന സമുദ്രത്തിൽ ചെന്ന് അകപ്പെട്ടാൽ ഒരു കര കാണാൻ പറ്റത്തില്ല. അങ്ങനെ പാരം ഉഴന്ന് മുറയിടുന്നു ചിലർ. അങ്ങനെ തീയിൽ കിടന്ന് പൊരിഞ്ഞ് ഉരുകി ഉടൽ അയ്യോ ശിവ ശിവ എന്ന് കരയുന്നു. തീയിൽ കിടന്ന് പഴുത്ത അവിടെ അയ്യോ എന്ന് പറഞ്ഞ് കിടക്കാനല്ലേ പറ്റൂ. അപ്പം പൊരിഞ്ഞ് ഉരുകിയിട്ട് അയ്യോ ശിവ ശിവ എന്ന് കരയുന്നു ചിലർ. തണ്ണീർ തരുവതാർ, ആരാണ് വെള്ളം തരുന്ന? തണ്ണീർ എന്ന് വെച്ചാൽ ജലം, വെള്ളം. ആരാ ഇങ്ങനെ ഉരുകി വരുമ്പോൾ അല്പം ഒരു തുള്ളി വെള്ളം കിട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? തണ്ണീർ തരുവത് ആര്? പൈതാഹമുണ്ട്, എനിക്ക് പൈതാഹച്ചാണ്ട വിശപ്പും ദാഹം കൊണ്ട് നിവർത്തിയില്ല. അങ്ങനെ തന്നെ പറഞ്ഞ് മുറയിടുന്നു ചിലർ. പല പല രീതിയിലാണ്. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതി. എന്തെല്ലാം ഘോര കൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് ഓരോ അളവനുസരിച്ച് ഇതൊക്കെ കിട്ടുന്നത്. കഠിനമായ പ്രവൃത്തി ഇവിടുന്ന് ചെയ്തിട്ട് പോകുന്നവർക്ക് അത്രമാത്രം കഠിനമായ ഓരോരു. ചെമ്പ് കൊണ്ടുള്ള രൂപം
പഴുക്ക ചുട്ട് സംഭ്രമോദേന തഴുകിച്ചും എപ്പോഴും പൊൻനിറമാം ഇവളെ പുണർന്നീടു നീ അന്നോ നിനക്ക് ഉള്ളിൽ ഇന്നോ സുഖമുള്ളൂ. ഇവിടെ ചില പൂവാലന്മാര് ഭാര്യ ഉണ്ടെങ്കിലും ചില പിള്ളേരെ നല്ല പൊൻനിറമാർന്ന ചില കുട്ടികളെ ചെന്ന് അഹങ്കാരത്തിൽ ആ പിള്ളേർക്ക് ഇഷ്ടമില്ല ചെന്ന് ബലാത്കാരായിട്ട് പിടിച്ച് പീഡിപ്പിക്കുമല്ലോ. അതിനാണ് ചെമ്പ് കൊണ്ടുള്ള രൂപം പഴുക്കെ അങ്ങ് ചുട്ട് പഴുപിടിച്ച് സംഭ്രമോദനെ തഴുകിച്ച് ഇങ്ങനെ പുറത്ത് വെച്ച് പിടിക്കും. പഴുത്ത് വെച്ച ഈ ചെമ്പ് പാത്രം കൊണ്ട് ഇങ്ങനെ പിടിച്ച് പൊള്ളിക്കും. എന്നിട്ട് ചോദിക്കും, ഇപ്പോഴും നിനക്ക് സുഖം അപ്പോഴോ സുഖം? എന്താ പൊൻനിറമാർന്ന ഒരു പെൺകുട്ടിയെ ചെന്ന് കെട്ടിപ്പിടിച്ച് പീഡിപ്പിച്ച് അന്നാണോ നിനക്ക് നല്ലത്? ഇന്ന് ഈ തഴുകിക്കുന്ന ഈ പഴുത്ത ചെമ്പോട് തടവുന്ന ഇപ്പോഴാണോ നിനക്ക് സുഖമെന്ന് ചോദിക്കും. എന്താ പറയും അന്നേരം ഇവൻ? അയ്യോ എനിക്ക് ഇപ്പോഴല്ല വയ്യ, അന്ന് എനിക്ക് ഇത്ര വേദന ഇല്ലായിരുന്നു. എന്നാൽ അന്ന് അങ്ങനെ ചെയ്യുന്നവർക്ക് ഇന്നിത് അനുഭവമാണെന്ന് നീ പഠിച്ചോളൂ. അത് പൊൻനിറമാ ഇവളെ പുണർന്നീടു നീ അന്നോ നിനക്കുള്ളിൽ ഇന്നോ സുഖമുള്ളൂ എന്ന് പറയുകയും നന്നായി തഴുകിച്ചും വീണ്ടും വീണ്ടും ഇങ്ങനെ പഴുത്ത ചട്ട കൊണ്ട് ഇങ്ങനെ തഴുകി ഇരിക്കുക. അവൻ്റെ സർവാംഗം വെന്ത് കുരുടും. അങ്ങനെ എന്ന് പറയുകയും നന്നായി തഴുകിച്ചും നിന്നീടും അന്തക കിങ്കരന്മാരെല്ലാം യമൻ്റെ കിങ്കരന്മാരാണ് ഇതെല്ലാം ചെയ്യും. യമൻ ഒരു സ്ഥലത്ത് രാജാവായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. അയാളുടെ കിങ്കരന്മാർ ദാസന്മാരാണ് ഇത് മൊത്തം ചെയ്യുന്നത്. നമ്മളിവിടുന്ന് കൊണ്ടുപോകാൻ വരുന്നത്, മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ വരുന്നത് ഈ യമൻ്റെ കിങ്കരന്മാരാ. യമൻ വരികയില്ല. കാലൻ്റെ ഒരുപാട് ജോലിക്കാരുണ്ട്, അവരാണ് വരുന്നത്. നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാന്നെങ്കിൽ പരമാത്മാവായ ഈശ്വരൻ തന്നെ വിഷ്ണു ദൂതന്മാരെയാണ് വിടുന്നത്. ഭഗവാനല്ല, ഭഗവാന്റെ ദൂതന്മാരെ വിടും. വിഷ്ണുവിനെ പോലെ തന്നെ ഇരിക്കും. വന്നാൽ നമുക്ക് എല്ലാവരും ഒന്നുപോലെ തന്നെ തോന്നിക്കും, പക്ഷെ ദൂതന്മാരെയാണ് വിടുന്നത്. അതുകൊണ്ട് എന്നിട്ടോ ഉന്നതമാകിയ കുന്നിൻ മുകളിൽ നിന്ന് അന്യൂനതാപേന കീഴ്പോട്ട് ഉരുട്ടിയും ഭയങ്കര കുന്നിൻ്റെ മുകളിൽ ചെന്നിട്ട് ഭയങ്കര പർവ്വതം പോലത്തെ കുന്നിൻ്റെ മുകളിൽ കൊണ്ടിട്ട് ഒരു വിഷമവും ഇല്ലാതെ താഴേക്ക് ദുഃഖപ്പെട്ട് അത്രയ്ക്ക് കഷ്ടതയായിട്ട് അവരിങ്ങനെ ഉരുട്ടി താഴേക്കിടും. എന്നിട്ടോ അന്യൂന താപേന കീഴ്പോട്ട് ഉരുട്ടിയിടും. അവർക്ക് ഇടുന്നവർക്ക് ഒരു ദോഷവും വരും. ഇവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഒരു ദാക്ഷിണ്യമില്ലാതെ ഈ യമദൂതന്മാർ ചെയ്യും. എന്നിട്ടോ എയ്യുന്നത് ആരെന്നും ഏതും അറിയാതെ മെയ്യിൽ വന്ന അമ്പുകൾ കൊണ്ടും ബലാൽ അങ്ങനെ കീഴ്പോട്ട് ഉരുട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്? അമ്പുകൾ ഇങ്ങനെ തറച്ച് ഓരോരുത്തർ അമ്പ് ചെയ്യും ദേഹത്തേക്ക്. എയ്യുന്നത് ആരെന്ന് ഏതുമേ അറിയാതെ അമ്പുകൾ ഇങ്ങനെ പൊത്തുകൊണ്ടിരിക്കും. ആരാ ഈ അസ്ത്രം ഇടുന്ന അറിയുന്നില്ല. മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടുമ്പം പൊത്ത് കയറുക. നമ്മളിപ്പോൾ ഒരു കാടുള്ള മുള്ളൊക്കെ ഉള്ള കാട്ടിൽ കയറുക, നമ്മളെ കാലിൽ എങ്ങനെ മുള്ള് പൊത്ത് കയറുന്നേ? അത് മുകളിൽ കൊണ്ടത് താഴേക്ക് ഉരുട്ടുമ്പോൾ അമ്പുകൾ ഇങ്ങനെ പൊത്ത് കയറുക. ആരാ അമ്പ് ചെയ്യുന്നെന്ന് അറിയുന്നില്ല. മെയ്യിൽ വന്ന അമ്പുകൾ കൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ അമ്പുകൾ കൊണ്ടും ബലാൽ പിന്നെ ഈയവും നന്നായി ഉരുക്കി ചിലരുടെ വായിൽ പകർന്ന് കുടിപ്പിക്കുകയും ചിലർ അങ്ങോട്ട് ഉരുക്കിയിട്ട് വെള്ളം പോലെ ദാഹമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എന്താ ഉരുക്കി വായിൽ ഒഴിച്ചു കൊടുക്കുന്ന ഈയം ഈയോ എന്ന് പറയുന്ന സാധനമുണ്ട്, ഇരുമ്പിൻ്റെ അതുപോലെ എന്തോ ഒരു സാധനമാണ്. നമ്മൾ ഈയോ ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്നതല്ലേ? ഈയം നന്നായി ഉരുക്കി ചിലരുടെ വായിൽ പകർന്ന് കുടിപ്പിക്കുകയും ചിലർ അങ്ങനെ ഓരോരോ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ചിലർ മൂത്ര മല ജല ചോര ചലങ്ങളാൽ ഇങ്ങനെയൊക്കെ ഉരുട്ടിയുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ചോര തന്നെയൊക്കെ കിടക്കും. ഈ ചോരയും ദണ്ണിപ്പിക്കുന്നവരുടെ മൂത്രവും മലവും ഒക്കെ കൊണ്ട് കുളം പോലെ ഈ കക്കൂസ് കുഴി പോലെ കിടക്കും. അതിനകത്ത് നമുക്കുള്ള കക്കൂസൊക്കെ ഒന്ന് മേമൂടി എടുത്ത് നോക്കിയാൽ അറിയാം എന്തൊക്കെ അത് കിടക്കുമെന്ന്. അതായത് എല്ലാം ആദ്യത്തെ നല്ല കഴുകി ഒഴിക്കുന്നത്. അങ്ങനെയുള്ള ജലമുണ്ട്, മൂത്രമുണ്ട്, മലമുണ്ട്, രക്തമുണ്ട്. മൂത്ര മല ജല ചോര ചലങ്ങളാൽ പൂർത്തിയായുള്ള പുഴയിൽ കിടന്നുടൻ നീന്തി കുഴഞ്ഞത് തന്നെ കുടിക്കുകയും. ആദ്യം കിടങ്ങ് നീന്തി തുടിക്കുക. ഈ വലിയ ആസ്പത്രികളിലൊക്കെ എല്ലാവരുടെയും പ്രസവക്കാരുടെയും എല്ലാവരുടെയും ഈ മൂത്രവും മരവും എന്തൊക്കെ കഴുകുന്നേ ആ രക്തവും എല്ലാം കൂടെ കലർന്ന് ഭയങ്കര ഒരു തടാകം പോലെ കിടക്കും. ഈ ഇവന്മാരെ കൊണ്ട് അതിൽ കൊണ്ടിടും. ഇട്ടിട്ട് എന്ത് ചെയ്യും? അതിൽ കൂടെ നീന്തുക, അത് തന്നെ തിന്നുക, അത് തന്നെ കുടിക്കുക. അപ്പോൾ മൂത്ര മല ജല ചോര ചലങ്ങളാൽ പൂർത്തിയായുള്ള പുഴയിൽ ഇങ്ങനെയുള്ള എല്ലാം കിടക്കുന്നതാണ് അത് പുഴയെന്ന് പറയുന്നത്. മലവും മൂത്രവും രക്തവും അതിൽ കിടന്നുടൻ നീന്തി കുഴഞ്ഞ് അതിൽ കിടന്നങ്ങ് നീന്തി തുടിക്കാൻ എന്ത് ചെയ്യും? അത് പൊതഞ്ഞ് കിടക്കുമല്ലേ, അങ്ങോട്ട് ഇതിൽ കൂടെ കയറാം അതിൽ കൂടെ കയറുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കഴിച്ച് വായി കയറി പോകും. വിശപ്പ് അടങ്ങും, ദാഹം അടങ്ങും. അത് തന്നെ കുടിക്കുന്നത്.
അങ്ങനെ പൂർത്തിയായുള്ള പുഴയിൽ കിടന്ന് ഉടൻ നീന്തി കുഴഞ്ഞ് അത് തന്നെ കുടിക്കയും താന്തരായി വാഴും അനേക നാൾ ഇങ്ങനെ. താന്തരായി എന്താ, ക്ഷീണിതരായി അനേക നാൾ ഇങ്ങനെ കഴിയും. ഒരിക്കലും ഒരു നിർത്തില്ല. എന്നവൻ്റെ പാപം തീർന്ന് അതുവരെ ഇത് തന്നെ അനുഭവം. വിശപ്പൊന്നും ഉണ്ടാവത്തില്ല, ഇതൊക്കെ തന്നെ കിട്ടുമല്ലേ കുടിക്കാൻ. നന്നായി കുടിച്ചാൽ മതി. മലവും കിട്ടും, ആഹാരമുണ്ട്, പിന്നെ മൂത്രത്തിന് വെള്ളം ദാഹിക്കുക, അതുകൊണ്ട് പോരെങ്കിൽ എല്ലാവരുടെയും രക്തം കഴിയൊഴിക്കുന്ന പ്രസവക്കാരുടെയും എല്ലാവരുടെയും ഇതൊക്കെ കഴിയൊഴിക്കുന്ന എല്ലാം കൂടെ കലർന്ന് കിടക്കില്ല, നല്ല രുചിയാണ്. സാമ്പാർ വേറെ വേണ്ട. അങ്ങനെ അത് കിടന്ന് നീന്തി കുഴഞ്ഞ് അത് തന്നെ കുടിക്കയും താന്തരായി വാഴും അനേക നാളിങ്ങനെ. ഇങ്ങനെ ക്ഷീണിതരായി ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ അനേക നാളിങ്ങനെ കഴിഞ്ഞ് ശൂലത്തിന്മേൽ കിടന്ന് ആടുന്നത്. അങ്ങനെ കിടന്നിട്ട് എന്താ, ഈ ശൂലമുണ്ട് യമന്മാർക്ക്, ഈ ശൂലത്തിന്മേലും കുത്തി നിർത്തി അതിൽ കിടന്ന് ഇങ്ങനെ ആടും. വയറ്റിലുള്ള കുത്തു കുത്തിയാൽ തലയപ്പുറം കാലിപ്പുറം ഇങ്ങനെ നാടും, ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ. അപ്പോൾ ശൂലത്തിന്മേൽ കിടന്ന് ആടുന്നതോ ചിലര് കാലഭടന്മാർ കഴയിട്ടു ഞെങ്ങി. എന്നുവെച്ചാൽ ഈ കിടക്കുന്ന അതിൽ തന്നെ കാലഭടന്മാർ എന്ത് ചെയ്യും, അതിലിട്ട് കുത്തി താക്കും. മുകളിൽ കിടന്ന് നീന്താൻ സമയം കുത്തി കഴയിട്ട് ഞെക്കിയും ചുട്ട കൊടിൽ കൊണ്ട് ഉടലിൽ പിടിക്കുകയും അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യും, പഴുത്ത കുടൽ കൊണ്ട് ഇങ്ങനെ പൊക്കി എടുക്കണം, ഇങ്ങനെ തോണ്ടി എടുക്കണ്ടേ. അതിന് പഴുപ്പിച്ച ഇതെന്താ പിന്നെ ഈ കുടിൽ കൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ എടുക്കും. അങ്ങനെ ഉടലിൽ പിടിക്കുകയും നിഷ്ഠുരമാ വണ്ണം കൊത്തി വലിക്കും. അതിൻ്റെ ചുണ്ട് കൊണ്ട് കൊത്തി വലിക്കും. അപ്പം അതിൽ കിടന്ന് പടച്ച് അത് ശൂലത്ത് പഴുത്ത ശൂലമായിരിക്കും. എല്ലാം കൊണ്ട് നല്ല രസമാണ്. എന്തായാലും ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് രസം തോന്നുന്നു. എന്നിട്ട് വക്ര തുണ്ടങ്ങളാൽ ഗൃധ്രകാകന്മാർ, അതായത് വളഞ്ഞ ക്രൂരമായ കൊക്ക് അങ്ങനെയുള്ള പക്ഷികളുണ്ടല്ലോ, അങ്ങനെ വക്രം ചുണ്ടിങ്ങനെ ഈ കഴുകൻ്റെ ചുണ്ട് പോലുള്ള വക്രതുണ്ടങ്ങളാൽ കഴുകന്മാർ അക്ഷികൾ കൊത്തി കുടയുന്നതും. പിന്നെ അവരുടെയൊക്കെ കണ്ണ് ഈ പോയവരുടെ, അതായത് ഈ പാമ്പിൻ്റെ തൊലി വിരിച്ച പാമ്പിന് പിന്നും ഉണ്ടല്ലോ, കണ്ണൊന്നും പോകില്ല. നമ്മുടെ പുറമേ ഉള്ള ഈ ഒരു ദേഹം പോലെ കണ്ണും ബാക്കിയെല്ലാം അതിലുണ്ട്. അത് നമ്മൾ സങ്കല്പിച്ചാൽ മതി. പാമ്പ് തൊലി വിരിക്കുന്ന നമ്മുടെ ഒരു വസ്ത്രം ഉരിഞ്ഞ് കളയുന്ന പോലെ ഈ മേമൂടി അങ്ങ് പോയേ മരണം. പക്ഷെ പിന്നെ എത്രയോ ദേഹങ്ങൾ പിന്നെ ഉള്ളിലുണ്ട്. അത് കണ്ണും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അക്ഷി കണ്ണുകൾ ഈ വക്രം വളഞ്ഞ ചുണ്ടും കൊണ്ട് ഗൃധ്രകാകന്മാർ, അതായത് കഴുകന്മാരും കാക്കകളും ഒക്കെ അക്ഷികൾ കണ്ണൊക്കെ ഇങ്ങനെ കുത്തി തുറന്ന് തിന്നും. അക്ഷികൾ കൊത്തി കുടയുന്നതും. പിന്നെ നായ്ക്കൾ 720 ഉണ്ട്. 720 നായ്ക്കളുണ്ട്. എന്തിനാ? ഉഗ്രമായി രൂക്ഷതയോടെ കടിച്ചു വലിക്കാൻ നായ്ക്കൾ. അവിടെ ഇങ്ങനെയുള്ള ജന്തുക്കളെല്ലാം അവിടെ ഉണ്ട്. നമ്മുടെ ഭൂമിയെ പോലെ തന്നെ എല്ലാം ഉണ്ട് ഈ ഭാഗം, ഈ സ്ഥലത്ത്. അപ്പോൾ അവിടെയുള്ള ഈ നായ്ക്കൾ, പട്ടികൾ ഭയങ്കര ദേഷ്യത്തോട് തന്നെ കടിച്ച് വലിക്കുകയും രാക്ഷസർ വാൾ കൊണ്ട് വെട്ടിപ്പൊളിക്കും. അവിടെ ഈ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ നല്ല സ്വർഗത്ത് ചെന്നാലോ അവിടെ ഇതുപോലെ നന്മയുള്ളതെല്ലാം ഉണ്ട്. അതുകൊണ്ട് രാക്ഷസർ വാൾ കൊണ്ട് വെട്ടിപ്പൊളിക്കുകയും വായിക്കുന്ന ചോര കുടിച്ചുടൻ ആർക്കയും. വായിക്കുന്ന ഈ ചോരയൊക്കെ എങ്ങനെ ഈ വാൾ കൊണ്ട് വെട്ടിപ്പൊളിക്കുമ്പോൾ രാക്ഷസർക്ക് വേണ്ട രക്തവും മാംസമൊക്കെ ഇല്ലേ, അവർ വായിക്കുന്ന ചോര കുടിച്ച് ആർക്കും. കാരണം അവർക്ക് ഈ രാക്ഷസന്മാർക്ക് പ്രത്യേകിച്ച് ഈ മാംസം ഭക്ഷിക്കുന്നവരാ. അവർ വെട്ടിപ്പൊളിച്ച് ഇതൊക്കെ കുടിക്കും, രക്തമൊക്കെ കുടിക്കും. വായ്പോട് എന്നിട്ട് എന്ത് ചെയ്യും, വായ്പോട് വായുവും മൂക്കും അമർത്തി പിടിക്കും. ഇങ്ങനെ മൂക്കും പൊത്തി ശ്വാസം മുട്ടിക്കുന്നത്. പെട്ടെന്ന് അവർക്ക് അത്ര ദേഷ്യമായി എന്നല്ല ഇവർക്കുള്ള ഈ ഭൂമി ചെയ്ത കർമ്മദോഷത്തിൻ്റെ എല്ലാം അനുഭവിക്കുന്നത്. ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് ഇത് നമുക്കറിയാം. ഒരു ജയിൽ കിടന്ന് വധിക്കാൻ ഒരാൾക്ക് അങ്ങനെ ഒരു ഓർഡർ വന്നാൽ എത്ര ദുഃഖമാണ്. അയ്യോ തൂക്കി കൊല്ലുമല്ലോ, ശ്വാസം മുട്ടിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്യുക, വായ്പോട് വായും മൂക്കും അമർത്തുടൻ പിടിച്ച് അടച്ചു വെച്ചിട്ട് വീർപ്പ് മുട്ടിച്ച് പിടയുന്നതോ ചിലർ. എന്നാൽ കൊല്ലുക, പിടഞ്ഞ് വീണ്ടും പിടക്കി ഇങ്ങനെ വീർപ്പ് മുട്ടിച്ച് പിടയുന്നു ചിലർ. ഇതെല്ലാം ആര് കാണുന്നു? ഈ രാവണൻ. എന്നിട്ട് മുള്ളിൽ അവറ്റിന്മേലിട്ട് വലിച്ചുവിടുക. എന്നിട്ടോ പിടച്ച് ചിലർ എന്ത് ചെയ്യും, മുള്ളിലൊക്കെ ഭയങ്കര മുള്ളുണ്ട്. ഈ മുള്ളിൽ അവറ്റിന്മേലിട്ട് വലിച്ചുടൻ തുള്ളി നിലവിളിക്കുന്ന കേൾക്കായി. അപ്പോഴും ഈ മുള്ളിന്മേലിട്ട് വലിക്കുമ്പോഴോ എല്ലായിടും മുള്ള്. ഇപ്പം
ചിലർ സർക്കസുകാരൊക്കെ കുറേ ആണി നിർത്തി അതിൻ്റെ മണ്ടേ കിടക്കും, അത് നിരന്നേ കിടക്കുന്നുണ്ട്, അത് കൊന്ത് കയറത്തില്ല. കാരണം ഒരു സൂചി നിന്നാലേ പൊത്ത് കയറുക അങ്ങുഞ്ഞും. ഇത് നിരന്ന് സൂചി നമ്മുടെ പതുക്കെ കിടന്നാൽ ഒരു സൂചിയും പൊത്ത് കയറുക. കാരണം സമാസമം എല്ലാവരും വെയിറ്റ് ഒരു നിന്നാൽ ഭാരം ഒന്നിച്ച് ചെന്നാലേ പൊത്ത് കയറും. ഇവിടെ എന്ത് വരുന്നത്, മുള്ളിൽ അവറ്റിന്മേൽ ഇട്ട് വലിച്ചുടൻ തുള്ളി നിലവിളിക്കുന്നതും കേൾക്കായി. ആര് കേൾക്കുന്നു? രാവണൻ. അറ്റമില്ലാതോളമുള്ള നരകങ്ങൾ മറ്റു പലതരം കണ്ടതു രാവണൻ. ഒരു നിർത്തില്ലാത്തതിൽ ഒരുപാട് ഇനിയും കിടപ്പുണ്ട്, എല്ലാം പറയാൻ പറ്റുമോ? അതുകൊണ്ട് പലതരം ഇത് കണ്ടു രാവണൻ. അപ്പൊ രാവണൻ എന്ത് ചെയ്തു? താവേന ഘോര നരകേ കിടപ്പൊരു പാപികളെ കണ്ട നേരം ദശാനനൻ. ഇത്രയും ദുഃഖത്തോട് താവേന ദുഃഖം കൊണ്ട് ഈ ഘോര നരകെ ഇങ്ങനെ കിടക്കുന്ന പാപികളെ കണ്ട നേരം ദശാനൻ രാവണൻ എന്ത് ചെയ്തു? കാരുണ്യം ഉൾക്കൊണ്ടെടുത്തു കരറ്റിനാൾ. അന്നേരയക്ക് കാരുണ്യം വന്ന് ഒന്ന് നോക്കേ, യവനെ യവനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് അതിന് ഈ ദേവന്മാര് നശിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയതാ. ഇത് കണ്ടപ്പം ഇത്രയും ജനങ്ങളുടെ നിലവിളിയും ഇതൊക്കെ കണ്ട് അങ്ങനെ കാരുണ്യം ഉണ്ടായി. കാരുണ്യം ഉൾക്കൊണ്ടെടുത്ത് കരേറ്റിനാൾ പോരിനടുത്താർ കൃതാന്തഭടന്മാരും. ആരെങ്കിലും കാരുണ്യത്തോടൊന്ന് എടുക്കാൻ ചെന്നപ്പോൾ അത് കണ്ടപ്പോൾ ദേഷ്യം ആർക്കുണ്ടായി? കൃതാന്തന്മാർക്ക്, യമന്മാർക്ക്. എന്താ കാരണം? ഇവിടെ കിടന്ന് ദുഷ്ടത കാണിച്ച് പെരുപ്പിച്ച് ജനങ്ങളെ മൊത്തം കഷ്ടപ്പെടുത്തിയിട്ട് അവിടെ ചെന്ന് അനുഭവിക്കുമ്പോൾ ഇവന് കാരുണ്യം ഉണ്ടാവുന്നതിന് ഇവന് ചെയ്യുന്നതല്ലേ ഈ രാവണൻ. അവിടെ ചെന്നതൊക്കെ മൊത്തത്തിൽ കണ്ടപ്പോഴാണ് രാവണന് ഭൂതോദയം ഉണ്ടായത്. അപ്പോൾ ഒരാളെ അയ്യോ കഷ്ടമെന്ന് പിടിക്കാൻ ചെന്നാൽ അവർ സമ്മതിച്ചു കൊടുക്കുമോ? യമന്മാരുടെ കൃത്യനിഷ്ഠ അവിടെ കാണിക്കുന്നത്, അവരുടെ ജോലിയായത്. ഇവിടെ കിടന്ന് അഹങ്കരിക്കുന്നവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നത്. അവിടെ ഇവന് ചോദിക്കാൻ അവകാശമില്ല. അവൻ്റെ രാജ്യത്തുനിന്ന് അവൻ ഇത് കാണിച്ചാൽ മതി. യമലോകത്ത് യമരാജാവിന് അവകാശം, ഇവന് അവിടെ അവകാശപ്പെടാൻ ഒരു കാര്യം. അവൻ ബാലിലെടുക്ക അവകാശത്തിന് ചെന്നു, കാർത്തവീരാർന്നൊക്കെ ചെന്നു. ഇവിടെയൊക്കെ എന്ത് നടത്തിയിട്ട് ചെന്നിട്ട് അയാൾ വിചാരിച്ചെന്താ അവിടെ ചെന്ന് രാജാവാന്ന രക്ഷയുണ്ടോ? അങ്ങനെ പോരിനടുത്ത് ഈ യമന്മാരെല്ലാം കൂടെ നമുക്ക് ഈ രാവണ യമ യുദ്ധമാണ്. ഇനി അതിൻ്റെ ബാക്കി യുദ്ധം ഇതിൽ കിടക്കാം. നമുക്ക് അടുത്ത ദിവസം വായിക്കാം, മറക്കരുത്. കാരണം ഇനി എന്തെങ്കിലും ആയിരിക്കും എനിക്കിത് ഒക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാമൊക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ നമുക്ക് എന്നൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. വീണ്ടും നീക്കി നിങ്ങൾക്ക് എൻ്റെത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ കേൾക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുമല്ല. കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീക്കി എന്തൊക്കെ എടുത്ത് വായിക്കാമല്ലോ. ഇന്ന് തന്നെ ഒരു മകൾ പറഞ്ഞ് എന്നമ്മ ഇട്ടില്ലേ, എന്നാലും ഞാൻ വേറെ ഏതൊക്കെയോ എടുത്ത് വായിക്കുന്നത്. അങ്ങനെ വായിച്ച് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ഇട്ടതാണല്ലോ, വീണ്ടും ഇടുന്നതല്ലേ ഉള്ളൂ. ഇഷ്ടംപോലെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ആണ്, അവർക്കുള്ള ആശ്വാസം കൊടുക്കണ്ടേ? ഒരാളാണെങ്കിൽ എന്നെ വിളിച്ചാൽ അവരുടെ ആശ്വാസം എനിക്ക് കൊടുത്തില്ല, എനിക്ക് സമാധാനം ഉണ്ടാവത്തില്ല. ഇത് എല്ലാവർക്കും ഇത് നല്ലത് തന്നെ. ഇത് സമയം വരെ ഇതും ചെയ്യുന്നു. അത് ഇന്നിത് പിന്നെ ഭാഗവതം ഒക്കെ ഒക്കുന്നൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.